ഒരു സഹാബിയായ അയാൾ ബംഗാറ മോതിരം ധരിച്ചിട്ടുണ്ട്. അയാൾ ഇങ്ങനെ ബംഗാറ മോതിരം ധരിച്ചിട്ടാണ് വരുന്നത്. ബന്ധപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅമിദു അഹദുക്കും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജഅലുഹാ ഫീ യദിഹി. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കയ്യിൽ ബംഗാറ് തീരെ അഗ്നി നരകത്തെ ഒരു കഷ്ണം ധരിച്ചിട്ടാ വേണ്ടേ ഇങ്ങനെ കേട്ടു പറഞ്ഞോ അങ്ങനെ കേട്ടു. ആ സമയത്ത് ഇയാൾ എന്താക്കി ചെന്നോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമില്ല, അതുകൊണ്ട് ബംഗാറിന് അങ്ങ് വലിച്ചെറിഞ്ഞു, മോതിരത്തെ ഊരിട്ട് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് കുറച്ചപ്പുറം പോയപ്പോ അവിടെ ഉള്ള ആൾമാർ ചെന്നാൽ നിങ്ങളെ മോതിരത്തെ നിങ്ങൾ എടുക്കുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഉപകാരം എടുക്കുള്ളൂ, കയ്യിൽ വെക്കോതിരാണ്ടല്ലേ ചന്ദ്രൻ ഇത് ബംഗാറിന്റെ മോതിരം അങ്ങനെ ധരിക്കോതില്ല പുരുഷന്മാർ, വെള്ളിതാണ് ധരിക്കോളാൻ. ഇയാൾ ബംഗാറിൽ വെച്ചപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലലോട് കൂടെ ഒരു ഏറ് കൊടുത്തു. കൂടെ ഇന്ന ആൾമാർ ചെന്നാൽ നിങ്ങൾക്ക് ധരിക്കോതിരാണ്ടല്ലേ ചന്ദ്രൻ, നിങ്ങൾക്ക് അതിൽ ഉപകാരം എടുക്കണ്ടല്ലേ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ധരിക്കുക മാത്രമാണ് ഹറാമാക്കിയത്. അപ്പൊ ഇയാൾ ചെന്ന പലക്കെന്തിനും കൊണ്ടുണ്ടാകും വല്ലാഹി ലാ അഖൂഹു വഖദ് കരിഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നാനത് എടുക്കില്ല. കാരണം അത് ആര് വെറുത്ത് തിപ്പാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വെറുത്ത്, അതുകൊണ്ട് നക്ക് വേണ്ട. ഇത് ഹറാമല്ല, ഇതാണ് മഹബ്ബത്തിന്റെ ഭാഗം ചൊല്ല്. ഈ മഹബ്ബത്ത് എങ്ങനെ വേണ്ടെന്ന് ചൊല്ലിൽ കൂടെ എൻ്റെ ലൈഫിൽ അത് പ്രാക്ടിക്കൽ ആവുമ്പോഴാണ് മഹബ്ബത്ത് ഞാൻ വാദിക്കരുത് അർത്ഥമാണ്. അല്ലെങ്കിൽ വെറുതെ ഒരു മുഹിബുർ റസൂലുണ്ടല്ല ചെല്ല നോട്ടീസിൽ കൊടുക്കുക ആശിഖുർ റസൂൽ അത് വെറുതെ. ഈ ആശിഖും ഈ മുഹിബും ചെല്ലതെല്ലാം പ്രാക്ടിക്കൽ ആവട്ടെ എപ്പാൻ ചെന്നെങ്കിൽ അവന്റെ ലൈഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തത് എടുക്കണ വേണ്ടാത്ത നക്ക് വേണ്ട. ഒരു ഇപ്പൊ നങ്ങായ മസാലത്തെ എടുത്ത ഇത് കയ്യിലല്ലേ ധരിക്കോതിരാത്ത്, ഇത് അങ്ങാടി കൊണ്ട് വിൽക്കുന്നത് പൈസ നക്ക്. പിന്നെ ഇസ്രാ പൈത്ത് അത് ഈ മസാല കണ്ടുപിടിക്കേക്കൊന്ന് പറഞ്ഞത് അയവട്ടി കേൾക്കണ വിഷയം. ഇത് മഹബത്ത് ഭാഗം നബി തങ്ങൾ ഇഷ്ടമില്ലേ, ഇത് കോടിയായി നക്ക് വേണ്ട. ഒരേ ബഡ്ഡി എടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇഷ്ടമില്ലേ, ഞാൻ ബഡ്ഡി എടുത്തോണ്ടേക്കില്ലേ. പിന്നെ ആ നിശ്ചയിച്ചോണ്ടല്ലോ എല്ലാവരും വിഷയം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടമില്ലാണ്ടല്ല, അത് ഹറാമാണ്. ഇതിപ്പോ ഇത് ധരിക്കൽ മാത്രമാണ് ഹറാമ്. ബംഗാറിന്റെ മോതിരം ഇതിന് അങ്ങാട്ടിൽ കൊണ്ടേക്ക് വിത്തിട്ട് അതിൽ പൈസ എടുത്തിട്ട് നമുക്ക് വേറെ വലിയ മോതിരം എടുക്കാം, അത് ഹറാമല്ല. അവിടെ ധരിക്കരുത് ഹറാമോ, ബാക്കി ഉപയോഗം ഹറാമല്ല. അതേ സമയത്ത് ഇവിടെ ഹറാമായ കാര്യം ഞാൻ എത്രയാകട്ടെ അവിടെയാണ് നന്റെ മഹബത്തിന് ഞങ്ങൾ പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങൾ എപ്പോഴും ചൊല്ലുന്നതാണ് പ്രാക്ടിക്കൽ ലൈഫും ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്റെ മഹബത്തിൽ അളക്കണുണ്ടായ നന്റെ അകത്തുള്ള മങ്ങില പറഞ്ഞു. ആ മങ്ങില പറയുമ്പോൾ നക്ക് മഹബത്തുണ്ടാ. ഞാൻ ആചാരം ചെന്നിട്ട് കാര്യമില്ല, ഞാൻ വലിയ മൈലാറും ചെന്നിട്ട് കാര്യമില്ല, ഞാൻ ഇയാളും ചെന്നിട്ട് കാര്യമില്ല. അത് നോട്ടീസിന് സീമിത്താണ്ട് ഞാൻ എപ്പോഴും ചൊല്ല. എന്ത് ഞങ്ങൾക്ക് ദുനിയാവുടെ മേലിലല്ല വേണായ മണ്ണിന്റെ അടിക്ക് പോയത്. പിന്നെ ഞങ്ങളെ സ്വീകരിക്കുന്ന ആൾമാർ വേണോ, ഞങ്ങളെ നോട്ടീസിലിട്ട് ആൾമാർ വേണോ, ഞങ്ങൾക്ക് എല്ലാം അവിടെയാണ് വേണേ. ഇതെല്ലാം ഊടെ ബാഹ്യമായ ചില ആൾമാർ ഞങ്ങൾ ആക്കിയിട്ട് ഇവിടെ എക്സ്പേർട്ട് ചെയ്ത് മാത്രമാണ്. യഥാർത്ഥത്തിൽ മഹബത്തോടെ എന്നെ മങ്ങില പറ്റുള്ള ഈ മഹബത്തെല്ലാം തന്നിക്ക് പോകുള്ളൂ. എത്ര വർഷം പഠിച്ചെനിക്ക് എത്ര പെണ്ണായെങ്കിലും ആധുനിക ലോകത്ത് എന്തെല്ലാം അനാചാരാക്കടാ അത് അവളും കാക്കണോ അപ്പനും ആക്കണോ. അപ്പം അതിൽ എന്റെ വോയിസിന്റെ എതിർത്തുകൊണ്ടല്ല ഇക്കട്ടെ എന്തിനാവുകൊണ്ടാ ലൈഫ് വെക്കല്ലേ മങ്ങില വേണ്ടേ, അതുകൊണ്ട് അടിച്ചു പൊളിച്ചിരുന്ന അർത്ഥപ്പാ പ്രിയപ്പെട്ട സഹോദരൻ. അപ്പൊ മഹബത്തെ ഒരു വൈത്ത് ഇവിടെ ഹറാമല്ലാത്തൊരു വിഷയത്തെ ഇത്രയും ശക്തമായിട്ട് അയാൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടായെങ്കിൽ അവിടെയാണ് മഹബത്ത് ഞാൻ പഠിക്കണായത്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു സുമാറോട്ട് ചെന്ന അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അടുത്താണ് മദീനത്തിൽ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് അത് വലിയ വിഷയമാണ്. ഈ ഒരു മഹബത്തിന്റെ പാഠശാല ആരും കേട്ടെങ്കിൽ മദ്രസത്തുൽ ഹുബ്ബി വൽ മഹബ്ബ, അത് സയ്യിദുനാ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരു സ്നേഹത പാഠശാല, അതവിടെ പാഠശാല. അതം പഠിക്കുന്നുണ്ടായ അയാളത്ത് പോകണം, സ്നേഹം പഠിക്കുന്നുണ്ടായ അയാളത്ത് പോകണം. കാരണം മക്കത്തെ മദീനത്തിൽ പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാതിരി അയാൾ സ്നേഹിക്ക് ഭയങ്കര അതമാണ്. അത് അയാളെ വയ്ക്കുമ്പോൾ അത്രയും വലിയ ആളാണ്. അവിടെ ഒരു വിഷയം എന്തില്ല, ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോ നീരുള്ളിത്തുള്ള ഭക്ഷണത്തിൽ ആ ഭക്ഷണം അങ്ങനെ വന്ന് എപ്പോഴും ഭക്ഷണം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നിട്ട് ബാക്കിയുള്ള ഭക്ഷണം പറയുമ്പോൾ ഈ പെഞ്ഞായി മാപ്പിള എന്താക്കാറുണ്ട്, എവിടെയാണോ കൈ ഇങ്ങനെ അയക്കുമല്ലോ ഭക്ഷണത്തിൽ കൈയിട്ട് അടയാളിക്കുമല്ലോ, ഇങ്ങളെ കയ്യിൽ അവിടെ വെക്കലേ. ഇതെല്ലാം ഒരു മഹബത്ത് ഭാഷ. പ്രമാണം വെച്ച് നോക്കണമെങ്കിൽ അർത്ഥാവല ഖുർആൻ ഹദീസും ചൊല്ലണം, ഇത് അർത്ഥാവല ഇയാൾക്കെന്തിനായി കേൾക്കുക. കാരണം ഖുർആൻ അങ്ങനെയുണ്ട്, നബി കൈ വെച്ചോടെ വിളിച്ചിട്ട് നിന്നോടും ഇല്ല അയക്കാനാ ചൊല്ലെ കേൾക്കണവും ക്വസ്റ്റൻ ആക്കണവും ബാരിസ്ലാവും നോട്ടീസ് കൊടുത്തെങ്കിൽ അഞ്ഞ അഭിയാനത്തെ ഉണ്ടാണ്ടായി തെറ്റിൽ പഠിക്കണ്ടേ. ഈ മഹബത്തിൽ ഭാഷ அவங்க അർത്ഥാവും എന്തിനേയും ചൊല്ലോണ്ടുള്ളേ തെറ്റിട്ട് പഠിക്കണോ ആച്ചനാക്കണോ അല്ലാത്തവരും ക്വസ്റ്റനെ ആക്കിക്കൊണ്ടിരിക്കേ. ഈ മാനം ഓടിപ്പോയിട്ടുണ്ടായെങ്കിൽ കാപ്പട്യം വന്നിട്ടുണ്ടായി എപ്പം നോക്കി ക്വസ്റ്റനെ അവന്റെ ഒരിക്കലും തൃപ്തിപ്പെട്ടു സാധ്യതയില്ല.
കഴിഞ്ഞ വർഷം 30 നാൾ ഞങ്ങൾ കൊടുത്തിരുന്നു നബിസല്ലാഹു അതിൽ 30ാമത്തെ നാട്ടിൽ വെച്ച് എനിക്ക് ഞങ്ങൾ മോദികാർക്ക് കൊണ്ടാണ്. അപ്പൊ ഞാൻ ചെന്ന് ഇല്ല നിക്ക് മറുപടി ചെല്ല ഇല്ലപ്പ ഒരുത്തര് കിണത്ത് പോകുന്ന ഒരുത്തരെ ഇങ്ങനെ വന്നപ്പോ എത്തി ഇവിടെ എത്തില്ല. ഇനിയിപ്പോ പറത്തുന്നില്ലെങ്കിൽ അവർ ഉണ്ടായിട്ടില്ല, അവൻ പറത്തുന്നില്ല. എത്ര അടിയുള്ള ഇങ്ങത്തെ കിണത്തിന് കൊണ്ട് എടുക്കും, എത്ര സഹായം എടുത്തിട്ട് കൂടെ എത്തോട്ടിട്ട് ഇനി അവൾ പറത്തുന്നില്ലെങ്കിൽ ചെന്നാ പറത്തുന്നില്ല ഊടെ എന്തിനായിട്ട് അതിന്റെ കൽബിൽ ഈമാൻ വേണോ. അങ്ങനത്തെ വൃത്തകൾ നിങ്ങൾ പുഴു കൊടുത്തതാണ് കണ്ട നന്റെ നങ്ങ സമാപ്പോകണ്ട. അപ്പൊ ഇവിടെ ചെന്നുകൊണ്ടുള്ളേ അവിടെ ഈ ഒരു നൻസാരി വേണു അവ അവിടെയേ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ തിന്നിരുന്നു. അങ്ങനെ ഒരു നാൾ നോക്കുമ്പോൾ ഭക്ഷണത്തെ അടയാളം എന്ത് കണ്ടിട്ടില്ല, തിന്തേ ഇല്ല. എന്തേ അത് ഓടിത്തയാൾ തിന്നിട്ടില്ല, എന്റെ ബേജാറോട് അയാൾ ചോദിച്ചാൽ പച്ച നീരുള്ളി കൊണ്ടു അത് സ്മെല്ലുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ തിന്നതാവില്ല. കാരണം എന്താ നിങ്ങൾ കാണാത്ത ആൾമാരെ ഞാൻ കണ്ടുകൊണ്ടുള്ളേ. അതാ നിങ്ങൾ കാണാത്ത ആൾമാരെ ഞാൻ കണ്ടത് മലായിക്കത്തില് ഞാൻ കണ്ടേണ്ട അർത്ഥം. ഹറാമല്ല, പിന്നെ നിങ്ങൾ കാണാത്ത ആൾമാരെ ഞാൻ കണ്ടുകൊണ്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത് ഇഷ്ടമില്ല. ഞാൻ ചൊന്നപ്പാ അപ്പോ ഈ ഹറാമെന്തല്ല ഞാൻ നോക്കണം ചെന്നിട്ട് ഈ മഹബത്തും ചൊല്ല ഇത് എൻ്റെ ലൈഫിലൊന്ന് പ്രാക്ടിക്കൽ ആവട്ടുള്ള. അവിടെ എന്ത് നടിയില്ല. ഞാൻ ജാതകോന്റെ ഭക്ഷണക്കടെ ഫുഡ്ബാക്കിലെ ഗൗജാക്കളെ ഇതെല്ലാം ആക്കിയിട്ട് പണ്ടാക്കി പോകും. പണ്ട് സുഹൃത്തുക്കളുണ്ട് ജാതകം. ഇതിലെന്തും ഞാൻ ആക്ഷേപിക്കലല്ല. ഇനി നിങ്ങൾ ആക്ഷേപിക്കുന്നതിന് തോന്നുന്നെങ്കിൽ നക്കൊരു തകരാറുമില്ല, ബേജാറുമില്ല. കാരണം അങ്ങനത്തെ ആധുനിക ലോകം അങ്ങനെ ആയിപ്പോയി. ഞങ്ങൾ എന്തെല്ലാം മുങ്ങിപ്പോയില്ല. വാസ്തവ വിഷയത്തിൽ ഞങ്ങൾ വണ്ടേയില്ല. 12 ಗಂಟೆ ಯಾವ್ದು ಒಬ್ಬ ಇದ್ರಂಗೆ ತಾಳೊಟ್ಟಿಗೆ ನಾನು ಚೊಲ್ಲ ತೀರ ಇದೆ ನೆಮ್ಮದಿ ಮಾತಾಡಿದ್ದು ಬಡಿಪಾಡಿಲ್ಲ. ಅವನು ನಕ್ಕೆ ಕ್ಲಾಸ್ ಎತ್ಕೊಂಡು ನೀ ಯಾರಲ್ಲ ಅವ್ರಿಗೆ എന്ത് ഇതൊരു മഹബത്താണിത്. എന്ത് മഹബത്ത്? ആര് പരിപാടി മഹബത്ത്? 11 ಗಂಟೆ ജാവോ, 12 ಗಂಟೆ ജാവോ, 1 ಗಂಟೆ ജാവോ മൈക്ക വെച്ചിട്ട് വാലി കൂട്ടിയിട്ട് മധു ചെല്ലവണ പുസ്തപാട്ടോ ആറ് പരിപാടി കൊടുത്തത്. ഇത് ഞാൻ കേട്ടെങ്കിൽ നന്റെ ഇപ്പൊ നിങ്ങൾ സംഘടന പുറത്താക്കാറ്, നന്റെ നിങ്ങൾ രാജ്യസഭ പാട്ടാക്കില്ല. എന്ത് അങ്ങനത്തെ ഒരു മീനില്ല. ഞാൻ പഠിച്ചെങ്കിൽ നീല അത് ഇല്ലേ ഇല്ല. എന്ത് ഒരു എറുമ്പ് പോലും 30 ആക്കണ്ടാണ് പഠിപ്പാക്കിയ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാതവും ബാൽമാർ 30 ആക്കോതിരാണ്. ഞങ്ങൾ എപ്പോഴും ചെന്ന പോകണ്ടാണ്ടല്ല ചൊല്ലു 30 ആക്കോതിരാ. ഞങ്ങൾ തിണ്ടെങ്കത്തെ എല്ലോ റോഡ് സൈഡിങ് ഇട്ടിട്ട് 10 വണ്ണെങ്കത്തെ എന്ത് ഇസ്ലാം പാവം ഇനി റോഡിന് മണിനാക്കി പോയാറല്ലേ. അങ്ങനൊരു ഇസ്ലാം ഉണ്ടാ. നന്റെ ആഘോഷത്തെ പേരിൽ നാട് ചെല്ലുവാട്ട് നന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നബിയുടെ മുഖത്തെ നിങ്ങൾ കറുപ്പാട്ടണ്ടാണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ഞാൻ ദീൻ ചൊന്നവിടെ നിൽക്കില്ല, നക്ക് വേനായിട്ട് ദീന്റെ വ്യാഖ്യാനാക്കിക്കൊണ്ടുള്ള ചെറുപ്പ് മുപ്പാട്ടിട്ട് കാൽ വെച്ചുകൊണ്ടുള്ള നാം പ്രിയപ്പെട്ട സഹോദരന്മാരെ കാൽ മുപ്പാട്ടിട്ടല്ലേ ചെറുപ്പ് മുറിക്കൊണായെ. 12 ಗಂಟೆ ಜಾವತೋಳ ನೀ ಬೊಬ್ಬೈರಂಡ, 1 ಗಂಟೆ ಜಾವತೋಳ ನೀ ಬೊಬ್ಬೈರಂಡ. നിന്റെ സ്പെഷ്യൽ പ്രോഗ്രാം ഇൻഡോർ കാര്യക്രമം ഒക്കും ടൈം അവിടെ വെച്ചിട്ട് നീ എന്ത് വേണമെങ്കിൽ സുബൈത്തോള ആൾമാർ ബുദ്ധിമുട്ടാക്കണ്ട. നിസ്കാരത്തിൽ വരെ കുറച്ച് നീട്ടിയപ്പ മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് അഫത്താനുണ്ടയ മുആദ് 3 മട്ട കേട്ട് മുഹമ്മദ് റസൂലുള്ളാഹി നീ ഫിത്നാക്കണെങ്കിട്ടാൽ ആരാണ് മുആദ്? അഅലമ ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ. നിന്റെ സമൂഹത്തിൽ ഏറ്റവും വലിയ ആലിമിനെ ആക്ഷേപിച്ചു. നാളെ പണ്ഡിതന്മാരല്ല ബാക്കിലാണ് വേണ്ട മുആദ് റളിയല്ലാഹു അൻഹു അമാമൽ ഉലമാ. ഉടലുള്ള എല്ലാ പണ്ഡിതന്മാരെ എതിർന്ന് വേണ്ട ആളാണ് സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ തുല്യതയില്ലാത്ത സഹാബിനെ ഒരു സാമാന്യനായ സഹാബി വന്നിട്ട് ചെന്ന് ഇയാൾ നിസ്കാരത്തിൽ കയ്യെത്തിട്ട് അൽബക്കറോട് കാവൂലെ 30 ചെന്നപ്പ പറഞ്ഞല്ല അയാളെ വിളിച്ചിട്ട് എന്ത് പുറത്ത് പിത്തനാക്കിற ആളാണ്. ഞങ്ങൾ അങ്ങനെ അപ്പുറത്തുള്ളത് വേണ്ട വലിയ ആളാണ്. പക്ഷെ ആ മുആദ് വരെ വിളിച്ചിട്ട് എന്താണ് പിത്തനാക്കിക്കൊണ്ടുള്ളത്? കാരണം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ബാക്കിൽ ദുർബലന്മാരുള്ള വയസ്സന്മാരുള്ള അല്ലാത്ത ആൾമാരുള്ള മീഡിയം രൂപത്തിൽ നീ നിസ്കരിക്കുമ്പോൾ ഒത്ത എത്ര വേണമെങ്കിൽ നീ തട്ട്. അതുകൊണ്ട് ആധുനിക ലോകത്തെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് നന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിട്ട് ആരും വിചാരിച്ചില്ല. ചില നേതാക്കന്മാരെ കണ്ടിട്ട് നന്റെ നബി അങ്ങനെയായിട്ട് ആരും വിചാരിച്ചില്ല. ഈ നേതാവ് ആ നേതാവിന്റെ ചെന്ന് പൈസ കിടല്ലാണ്ട് ആ നേതാവുടെ സ്വഭാവത്തെ ഒരു അംശം പോലും ഞങ്ങളെ പലരും വന്നിട്ടേയില്ല. ഞങ്ങൾ പഠിച്ചിട്ടുമില്ല. ആ വിഷയത്തിൽ ഞങ്ങൾ കൂടെയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ചെന്നല്ലേ മക്കത്തെ മദീനത്തെ റോഡ് ഇടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഒരു പെണ്ണ് നായി അത് കുഞ്ഞു വെച്ചിട്ട് ആ കുഞ്ഞിങ്ങ മല കൊടുത്തോണ്ടുണ്ടു. ആൾമാരെ കാണുമ്പോ നായി പുറക്കിടല്ലേ. പലപ്പോഴും സ്വഭാവം ഉണ്ടല്ലോ നായി കണ്ടവരെ കല്ല് വലിച്ചെറിയ. അപ്പൊ ചിലപ്പോ ആൾമാരി ഇങ്ങനെ വന്നോണ്ടുള്ള സ്വഭാവത്ത് നായി അതിലെ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്തോണ്ടുള്ളൂ പുറത്തോണ്ടുള്ളൂ പേടിച്ചിട്ട് ഇത് ഞങ്ങൾ ഓടോട്ട്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിട്ട് വന്നിട്ടാ ഒരു സഹാബിയെ വിളിച്ചിട്ട് ജമീൽ ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട്
இதுக்கு அட்டை நிப்பாட்டிட்டு நாய்க்கு அட்டை நிப்பாட்டிட்டு சொந்தம் கூட நீங்க நிக்கணும். நாய்க்கு ஒரு ஆளு 30 கண்டா நீ வழியிலூட போகணும். நாய்க்கு ஒரு 30 கண்டாண்டு படிப்பாட்டி கெட்ட முஹம்மது ரசூலுல்லாஹ் ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கள் அநியாயினா எத்தராள் 30 எந்தெல்லாம் அவன் சொன்ன காட்டிக்கூடல்கள் நடத்துறேன். ஒரு கண்டத்தோட நீ ப்ரோக்ராம் ஆக்கண்டான் ரவுண்டட்டி வைக்க வச்சு செல்லும் அவன் சொல்ல இது மஹப்பத்தானு இது நான் கூத்தானு பாடி கொண்டுள்ளேன். ஒரு கண்ட ஜாவுகான பாடுறன் கெத்தவரால் வந்துட்டோ அயாள் மைக்க வச்சுட்டு வாலியும் கூட்டிட்டு பாடுவது வாங்கிட்டு மகரிவு வந்து தாழ்மாறு வச்சுறாரு. தாழ்மாறு வச்சு நீங்கள் பூங்கோடுவார். ஐயாள் வந்து கேட்குது நீங்கள் நம்ம மதீனத்துக்கு போண்டேன் மஹப்பத்தின் நான் அது லோகத்து விசித்திரமான பழக்காய்க்கிறேன் நீக்காரும் மஹப்பத்தின் அயாள் அப்ப நான் வந்துடுறேன். மகரிவு தெரிவிக்கத்தாள் நாங்களோட மகரிவு தெரிவிக்கிறார். நீங்க மஹப்பத்தில் நீங்க மதீனத்துக்கு போனே இதோ கேட்கணுங்க தாழ்மாறு இதே பின்ன தீன் அதெந்து தீன் அல்லவா தீன் அது தீன் பூர்வகாலத்தை இமாமியங்கள் பணிபாட்டுதான். இப்ப நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களை மஹப்பத்தின் சொல்லுங்க நல்ல பிராக்டிக்கல் லைஃபில் வரணும். ஒரு பங்காரம் மோதிரம் தரிக்கண்ட மாத்திரம் அதான அர்த்தம். പക്ഷേ യൂസാക്ക വേറെ രൂപത്തിൽ യൂസാക്ക. പക്ഷെ യൂസാക്കില്ല. ഇതെല്ലാം ആണിങ്ങ കേൾക്കണു പെണ്ണിങ്ങ കേൾക്കണു. വെറുതെയും മഹബത്തും ചൊല്ല് തോടിന്മയാവല. പ്രിയപ്പെട്ട സഹോദരന്മാർ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അയാൾ ഓടി നോക്കുമ്പോ അവിടെ ചെന്ന് അത് നീങ്ങ കാണാത്ത ആളുമാരെ ഞാൻ കണ്ടുകൊണ്ടുള്ള ഹറാമല്ല. അവ ചെന്നെന്തിരുന്നുണ്ട നാണ് കാണ്ടല്ല അതൊരു നാൻ ചിന്തരണ്ടല്ല. ആ മഹാൻ തൊന്നു എങ്കിൽ നക്ക് വേണ്ട നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് മുതൽ അത് നാണിപ്പാട്ടി അല്ലെങ്കിൽ അയാൾ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ടാവുമ്പോ അത് ഹറാമല്ലാണ്ടായെങ്കിൽ നക്കത് ഇഷ്ടമല്ല. അണ്ട് മുതൽ നിങ്ങൾ അവയിലുള്ള ലോകത്ത് പോയി ആരെങ്കിലും നീരുള്ളിയെ കാണുക സാർ 2 ഡീൽ ടൈപ്പ് അത് മഹബത്തിന്റെ ഭാഗം തോന്നി. ഞാൻ എപ്പോ ആ ഒരു നീരുള്ളി മുഴുവനൊക്കെ സാധ്യതയുണ്ട് പച്ച നീരുള്ളി. ഇനി ഞങ്ങൾ ഉസ്താദ്മാർ പോയി നോക്കിയേക്കിടാ എന്താ നീരുള്ളി കാണില്ല കട്ടാക്കി കൊമ്പറവും പീസാക്കി കൊമ്പർ തിന്നൊക്കെ ചെയ്യണം. അത് നല്ലതേ ഉള്ള. പക്ഷെ നല്ലെണ്ണ ഒന്നും കാര്യം നല്ല മാത്രം ഇഷ്ടമല്ല. അത് ഒന്നൊക്കെ വേണ്ട. ചിലപ്പോൾ നമ്മൾ പോയി 2 ടൈപ്പ് സലാഡ് കാണും. ഒന്ന് നീരുള്ളി ഇല്ല ഒന്ന് നീരുള്ളി ഉണ്ട്. ഇവിടെ ഞാനിപ്പോ പല വട്ടം ചെന്നല്ലേ. അപ്പൊ ചിലപ്പോൾ പോയിട്ടാകുമ്പോ ഒന്നൊരു നീരുള്ളി കാണും ഒന്നൊരു നീരുള്ളി കാണും. അപ്പൊ നീരുള്ളി ഇല്ലാത്ത നക്കൊമ്പം തന്നെ നക്കെന്തോ നീരുള്ളി തിന്നാത്ത സീക്കുമ്പോൾ അതെന്തുമല്ല അങ്ങനെ സീക്കും ഇല്ലേ ഇവിടെ എന്റെ അത് നാടുപൊട്ടിയായി അവിടെ നിങ്ങൾ എല്ലാവരും കൂടെ നിർബന്ധം തൊള്ളാവേ. ഇത് നിർബന്ധം തൊള്ള ഇത് മഹബത്തുള്ള ഭാഷ എൻ്റെ ഇത് നബിസല്ലല്ലാഹു വിഷയം അങ്ങനെ ഞങ്ങളെ ലൈഫിനെ ആക്കിയോട് പറയാം. അപ്പൊ ആ മഹബത്തുകളുടെ ടേസ്റ്റുണ്ട് അല്ലെങ്കിൽ നിന്റെ വാദം മാത്രമാണ് പേര് മാത്രം നോട്ടീസിൽ വരുന്നത്. ഞാൻ ഈ അടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു പതക്കം നോക്കിയ ഒരു പെണ്ണിങ്ങ വന്നിട്ട് കേൾക്കിട് ഒരു പെണ്ണിങ്ങ കേൾക്കിട് മൈലാഞ്ചി ഇടാവാണ് കേൾക്കിട് മൈലാഞ്ചി സുന്നത്ത് മൈലാഞ്ചി ഇടാ. അപ്പൊ നിങ്ങൾ എനിക്കത് കാണില്ലേ അല്ല അത് മണ്ണ നെൽസഭ വലിയ ഇഷ്ടമായിട്ടുള്ളവർക്കാണ്. അതുകൊണ്ട് അന്ന് ഞാൻ കൊട്ടത് ആർച്ചല്ലേ പെഞ്ഞായിയായ ആയിഷ റളിയല്ലാഹു ഇത് കേട്ട പെണ്ണിങ് ആറ് നമ്മുടെ സമരത്തിൽ വന്നാവോ പെണ്ണിങ് എല്ലാവരും മൈലാഞ്ചി കാല് കൈക്ക് എല്ലാം തൂക്കുന്നതിന്റെ കണക്കിപ്പോ തലയുടെ വെച്ച് കാൽ തോള മൈലാഞ്ചി അഞ്ഞ അതിൽ വേറെ ചിത്രം പാട്ടിട്ട് ഇന്ന് മൈലാഞ്ചി വെക്കുന്നത് ഒരു ഉദ്യമമാണ്. അത് ഞങ്ങൾ മുസ്ലിം പെണ്ണിങ് ആക്കി കൊടുത്തൊരു ഉദ്യമമാണ്. മങ്ങിലായങ്ങവും വെക്കുക മങ്ങിലാവാത്തവങ്ങും വെക്കുക ചെറിയ മക്കളും എല്ലാവർക്കും മൈലാഞ്ചിയാണ്. ഒരു ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഞാൻ കേട്ട നീ മൈലാഞ്ചി വെക്കാൻ വേണ്ടി വന്നിട്ട് ഒരു പെണ്ണിങ് ക്വസ്റ്റ്യൻ കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പോലത്തെ ആലിമത്താറാണ്. പെണ്ണിങ്ങൾക്ക് ഇഷ്ടമല്ല മൈലാഞ്ചി. പക്ഷെ നീ എന്താ വെക്കില്ല അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്മെല്ല് മൈലാഞ്ചി സ്മെല്ല് അങ്ങനെയല്ല. അപ്പൊ അതൊരു വലിയ റാഹത്തായി നമുക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് നന്റെ കയ്യിൽ നന്റെ തടിയിൽ നിങ്ങൾ മൈലാഞ്ചി കൊണ്ടില്ല. ഇനി മൈലാഞ്ചിന്റെ കണ്ടില്ല ആയിഷ ബീവി അത് ഹറാമായിട്ട് മസല ഹറാമായത് മാത്രമാണ് അവിടെ ഉള്ളത്. അവന്റെ ಬಗ್ಗೆ മാത്രമാണ് മൊബൈലിൽ ചൊല്ലി ഹറാമിന്റെ ലിസ്റ്റ് മാത്രമാണ് കൊടുത്തത്. എന്തെല്ലാം കള്ളുകൂടി ഹറാം വ്യഭിചാരം ഹറാം വട്ടി ഹറാം ഇത് മാത്രമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളൊന്നും ഞാൻ പഠിക്കുകയില്ലേ. കൂടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് അങ്ങനെ ഇങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട്.